മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. കണ്ണൻ എഴുന്നേറ്റ് ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് മഹാലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതേസമയം ഡോക്ടർ അവിടെ വന്നിട്ട് പറയണ്, മഹാലക്ഷ്മി എന്തായാലും ശരി, തനിക്ക് സന്തോഷമായില്ലേ, തൻ്റെ പ്രാർത്ഥന കൊണ്ടുകൂടി മാത്രമാണ്, അല്ലാതെ എൻ്റെ ചികിത്സ കൊണ്ട് മാത്രമല്ല. എന്തായാലും ശരി, അടുത്ത മാസം വരുമ്പോൾ കണ്ണൻ എന്തായാലും എഴുന്നേറ്റ് നടക്കും, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം, എന്തായാലും പിറന്നാളിന് അങ്ങോട്ടേക്ക് പോവുകയാണല്ലോ കണ്ണനെയും കൊണ്ട്, അവിടെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ കണ്ണൻ എഴുന്നേറ്റ കാര്യമോ ഒരു കാര്യം ആരും അറിയരുത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഒരാൾ മാത്രം അറിഞ്ഞു കാര്യം, കണ്ണൻ എഴുന്നേറ്റ കാര്യം അറിഞ്ഞു എന്നിങ്ങനെ പറയണം. അതാരാണ്, മേഘനാണോ എന്ന് ചോദിക്കുക. ഇല്ല, മേഘനല്ല. മേഘൻ അറിയുമെന്നാണ് കരുതിയത്, പക്ഷെ മേഘൻ അറിഞ്ഞില്ല, ആ സാഗറാണ് അറിഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. ആ സാഗറാണോ? സാഗർ ആ കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗറെ മാർക്കോ അടിച്ച് കൊല്ലും, അതിനൊരു മാറ്റമില്ല, അതുകൊണ്ട് അത് പുറത്ത് പോകില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവർ രണ്ടുപേരും പിറന്നാളിന് പോവാൻ റെഡിയായിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കണ്ണനോട് മാർക്കോയോടും വരുന്നുണ്ടോ ചോദിക്കുമില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് അവർ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശിയും കരുണയും കൂടി അമ്പലത്തിൽ പോയിട്ട് ഒരേ പ്രാർത്ഥനയാണ് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും അവൾ ഇതോട് കൂടിയിട്ട് ഇല്ലാതാകണം. അതിനുശേഷം കമലേശ്വരത്തെ മഹാറാണി ഞാനും മഹാരാജാവ് ഉണ്ണിയാണ്, അങ്ങനെ വേണം നമ്മൾക്ക് ജീവിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്തായാലും ഇന്നത്തെ പിറന്നാൾ അവളുടെ അവസാന പിറന്നാളാണ് എന്നാണ് മുത്തശ്ശിയും ആഗ്രഹിച്ചിരിക്കുന്നത്. തിരുമേനിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയണേ, എത്ര പ്രാർത്ഥിച്ചിട്ടും കരുണയ്ക്ക് മാറുന്നില്ല കേട്ടോ. കരുണ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എന്തായാലും ശരി ഇന്നത്തോടു കൂടി അവളുടെ അവസാനം ഉണ്ടാവണം എന്നിങ്ങനെ പ്രാർത്ഥിക്കണം. അതേസമയം തിരുമേനി പായസം കൊടുക്കുകയാണ് കേട്ടോ. അവർ ആ 2 ലിറ്റർ പാൽപ്പായസം കൊടുക്കുകയാണ് കേട്ടോ. അത് കൊടുക്കുമ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് കരുണ അത് വാങ്ങുന്നത്. അതിനുശേഷം മുത്തശ്ശിയോട് പറയണം, മുത്തശ്ശി എന്നെ പോലെ തന്നെ അവൾക്കും പാൽപ്പായസം ഒരുപാട് ഇഷ്ടമാണ്, അവളുടെ അവസാനമാണ് ഈ പാൽപ്പായസം കുടിച്ചിട്ട്, ഇനി ഒരിക്കലും അവൾ അടുത്ത പിറന്നാളിന് അവൾ ഉണ്ടാവാൻ പാടില്ല, അവൾ അത്രയ്ക്കും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെ ജീവിച്ചിരിക്കാൻ പാടില്ല, കണ്ണൻ ഒരു ഭ്രാന്തനെ പോലെ അലയണം എന്നെല്ലാം അങ്ങനെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയണം കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കരുണ പറയുന്നുണ്ട്, ആരും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, പക്ഷേ ഞാൻ ഒരു പെണ്ണാണ്, ഞാനത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച കാര്യം ചെയ്യും, ആ വിഷം അവിടെ ഉണ്ടല്ലോ, നമുക്കിതിലെല്ലാം എന്തായാലും കലക്കണം എന്നെല്ലാം അങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആ അമ്പലത്തിൽ കാണുന്ന മഹാലക്ഷ്മി കാണുന്ന ആ അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കാണുന്നില്ല കേട്ടോ. പക്ഷേ ആ അമ്മ ആ പായസത്തിൽ മഹാലക്ഷ്മിക്കല്ല പണി കൊടുക്കാൻ പോകുന്നത്, ആ പണി കിട്ടുന്നത് കരുണയ്ക്കാണ് പണി കിട്ടുന്നത്. കരുണയുടെ വയറ്റിൽ കുഞ്ഞില്ലാതാവാനുള്ള എല്ലാ കാരണങ്ങളും കരുണ തന്നെ സ്വയം ചോദിച്ച് വാങ്ങുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇനി കരുണയ്ക്കൊരു കുഞ്ഞുണ്ടാവില്ല. ഇതോടുകൂടി മഹാലക്ഷ്മിയെ തിരിച്ചടിക്കാനുള്ള കരുണയുടെ നീക്കം എന്നേക്കുമായിട്ട് ആ അമ്മ ഇല്ലാതാക്കുകയാണ്. ഇതൊന്നും അറിയാതെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വീട്ടിൽ പിറന്നാൾ സദ്യ ഉണ്ണാൻ പോവുകയാണ്. മുത്തശ്ശിയും കരുണയും കൂടി ഈ പായസത്തിൽ വിഷം ചേർത്തിയിട്ട് പോകാം നമുക്ക് എന്ന് കരുതിയിട്ട് അവരും തിരിച്ചു പോവുകയാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണാം.